ഒരു നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതല്ലേ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ചുമതല. നമ്മളത് അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു നിർണായക സാഹചര്യത്തിൽ ഒരു പാർട്ടിക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു മണ്ഡലത്തിൽ തൻ്റെ സ്ഥാനാർത്ഥിയെ തൻ്റെ ഭാര്യയെ കൊണ്ടും സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുമ്പോൾ ഇത് പാർട്ടി അണികളിൽ നിന്നും പാർട്ടി നേതൃത്വത്തിൽ എതിർപ്പ് വരില്ലേ? അത് തൻ്റെ പ്രതിച്ഛായക്കൊരു മോശമാവില്ലേ? തന്നെ ആളുകൾ വിമർശിക്കില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നിഷ്പക്ഷമായി അയാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഉയരുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. എന്നിട്ട് അയാൾ ജില്ലാ കമ്മിറ്റിയിൽ അയാളുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കുമ്പോൾ ബഹുഭൂരിപക്ഷം പേര് എതിർക്കുന്നു. അങ്ങനെ എതിർക്കുമ്പം അയാൾ പിൻവലിക്കുക, ശരി എൻ്റെ ഭാര്യ നിൽക്കേണ്ട കേട്ടോ എന്ന് മാത്രമല്ല, അവർ 5 വർഷം മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഒരു സ്ത്രീയും കൂടാണ് അവർ. എൻ്റെ ഭാര്യ ഇല്ലെന്ന്. ഇനി അത് കഴിഞ്ഞ് മണ്ഡലം കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ മണ്ഡലം കമ്മിറ്റിയിലും ഭൂരിപക്ഷം ആളുകൾ അയാളുടെ സാന്നിധ്യത്തിൽ തന്നെ എതിർക്കുന്നു. അപ്പം മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിലാണല്ലോ മത്സരിക്കുന്നത്. അവിടെ ഭൂരിപക്ഷം ആളുകൾ എതിർക്കുമ്പോഴേക്കും അയാൾ പറയണ്ടേ? വേണ്ട. ബ്രാഞ്ച് കമ്മിറ്റികളിലും എതിർപ്പ്. ഇതെല്ലാം വന്നിട്ടും അയാളുടെ ഭാര്യയെ മത്സരിപ്പിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞാൽ എത്ര ഒരു മീനായിട്ടുള്ളൊരു മനുഷ്യനാണ് ഇയാൾ.